ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ജേർണൽ എൻട്രിയുടെ മൂന്നാം ഭാഗമാണ്. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ജേർണൽ എൻട്രിയുടെ തേർഡ് പാർട്ടാണ്. സോ ഈ തേർഡ് പാർട്ടിൽ നമ്മൾ അസറ്റ്സ് എന്ന് പറയുന്ന ഐറ്റത്തിനെയാണ് അല്ലെങ്കിൽ അസറ്റ് അക്കൗണ്ടുകളെയാണ് കുറിച്ചിട്ടാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. അതായത് അസറ്റുമായി ബന്ധപ്പെട്ടിട്ടുള്ള അതായത് അസറ്റ് നേച്ചറിൽ വരുന്ന അക്കൗണ്ടുകളാണെങ്കിൽ അതുമായി ബന്ധപ്പെട്ടിട്ട് എങ്ങനെയാണ് നമ്മൾ ജേർണൽ എൻട്രീസ് എഴുതേണ്ടത്. സോ ഇപ്പോൾ അസറ്റ്സിനെ നമുക്ക് പറയാൻ സാധിക്കും, അസറ്റ്സ് ആർ ദോസ് ഐറ്റംസ് വിച്ച് ജനറേറ്റ് ഫ്യൂച്ചർ എക്കണോമിക് ബെനിഫിറ്റ്സ്. ഫ്യൂച്ചറിൽ എക്കണോമിക് ബെനിഫിറ്റ്സ് ക്രിയേറ്റ് ചെയ്യുന്ന ഐറ്റത്തിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത് അസറ്റ്സ് എന്നുകൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത്. സോ ഇവിടെ അസറ്റ്സ് ഒരു ബിസിനസ്സിനെ സംബന്ധിച്ചിടത്തോളം അസറ്റ്സിനെ നമുക്ക് ഒന്നുകിൽ വാങ്ങാം അല്ലെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, വിൽക്കാം. അതായത് നമുക്ക് ഒരു മെഷീനറി നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, വാങ്ങാൻ സാധിക്കും അല്ലേ. ഒരു മെഷീനറി നമ്മളെ സംബന്ധിച്ചിടത്തോളം അത് സ്ക്രാപ്പിലേക്ക് എത്തിക്കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാം, അതിനെന്ത് ചെയ്യാം, വിൽക്കുവാനും പറ്റും. ഓക്കെ, അപ്പോൾ അസറ്റ്സിനെ സംബന്ധിച്ചിടത്തോളം അസറ്റ്സ് ഏതൊക്കെ ഉണ്ട്, രണ്ട് രീതിയിലുള്ള അസറ്റ്സുകൾ ഉണ്ട് എന്ന് നമ്മൾ മനസ്സിലാക്കി വെക്കുക. ഏതാണ്, ടാഞ്ചിബിൾ അസറ്റ്സ് ഉണ്ട്, ഇൻടാഞ്ചിബിൾ അസറ്റ്സ് ഉണ്ട്. ടാഞ്ചിബിൾ അസറ്റ്സ് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണ്, നമുക്ക് കാണാൻ സാധിക്കുന്നത്, നമുക്ക് തൊടാൻ സാധിക്കുന്നത് അല്ലെങ്കിൽ നമ്മൾക്ക് റിലൈസ് ചെയ്യാൻ സാധിക്കുന്ന സാധനങ്ങളാണ് നമ്മൾ എന്ത് പറയുന്നത് ടാഞ്ചിബിൾ അസറ്റ്സ് എന്നുകൊണ്ട് പറയുന്നത്. സേ ഫോർ എക്സാമ്പിൾ ആയിട്ട് പറയുകയാണെങ്കിൽ ലാൻഡ് ആൻഡ് ബിൽഡിംഗ്, മെഷീനറി, മോട്ടോർ വാൻ, മോട്ടോർ കാർ, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മളുടെ എന്താണ് അസറ്റ്സ് ആണ്. ഇനി ഇൻടാഞ്ചിബിൾ അസറ്റ്സ് എന്നുള്ള ഉദ്ദേശിക്കുന്നത് നമുക്ക് കാണാൻ സാധിക്കാത്ത രീതിയിലുള്ള അസറ്റ്സുകൾ വല്ലതും ഉണ്ടെങ്കിൽ അതാണ് നമ്മളുടെ ഇൻടാഞ്ചിബിൾ അസറ്റ്സ്. സൽപ്പേര്, ഓക്കെ, സൽപ്പേര് എന്താണ്, ഗുഡ് വിൽ ഒരു ഇൻടാഞ്ചിബിൾ അസറ്റ് ആണ്. നമ്മുടെ സൽപ്പേര്, നല്ല നടപ്പിനുള്ള ആ പേര്, നമ്മുടെ കമ്പനിയെ കുറിച്ച്, നമ്മുടെ ബിസിനസിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഇറ്റ്സ് എ ഗുഡ് ബിസിനസ് എന്ന് പറയുന്ന സമയത്ത് നമുക്ക് അതിനൊരു വാല്യൂ, മോണിറ്ററി വാല്യൂ തന്നെ എന്ത് ചെയ്യുന്നുണ്ട്, ജനറേറ്റ് ചെയ്യപ്പെടുന്നുണ്ട്. ഗുഡ് വിൽ, പാറ്റന്റ് റൈറ്റ്, കോപ്പി റൈറ്റ്, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് ഇതിൽ വരുന്നത് ഇൻടാഞ്ചിബിൾ അസറ്റ് കാറ്റഗറി വരുന്നത്. ഓക്കെ, അപ്പോൾ ഈ അസറ്റ്സിനെ നമുക്ക് ഒന്നുകിൽ വാങ്ങാം അല്ലെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, വിൽക്കാനുള്ള അവകാശം നമ്മുടെ കയ്യിലുണ്ട്. അപ്പോൾ നമ്മൾ ഈ രണ്ട് കാറ്റഗറികളായിട്ടാണ് എന്ത് ചെയ്യുന്നത്, ജേർണൽ എൻട്രീസ് റെക്കോർഡ് ചെയ്യുന്നത്. അതായത് ഒരു അസറ്റ് വാങ്ങുന്ന സമയത്ത് എന്ത് ചെയ്യും, ജേർണൽ എൻട്രീസ് റെക്കോർഡ് ചെയ്യും. അതേപോലെ തന്നെ അസറ്റ് വിൽക്കുന്ന സമയത്ത് നമ്മൾ എന്ത് ചെയ്യും, ജേർണൽ എൻട്രീസ് റെക്കോർഡ് ചെയ്യും. അപ്പോൾ പെർച്ചേസ് ഓഫ് അസറ്റും സെയിൽ ഓഫ് അസറ്റും, പെർച്ചേസ് ഓഫ് അസറ്റിനെ കുറിച്ചിട്ടായിരിക്കും നമ്മൾ ഇന്നത്തെ വീഡിയോ. സെയിൽ ഓഫ് അസറ്റ്സുമായി ബന്ധപ്പെട്ടുള്ള ജേർണൽ എൻട്രീസ് നമ്മുടെ നെക്സ്റ്റ് വീഡിയോയിലായിരിക്കും നമ്മളത് പ്രൊവൈഡ് ചെയ്യുന്നത്. അത് മറ്റൊന്നും കൊണ്ടല്ല, രണ്ടും കൂടി പറയുന്ന സമയത്ത് ഇതൊരു ലെങ്തി ക്ലാസ് ആയിട്ട് മാറും. അപ്പോൾ ഒന്ന് ചെറുതാക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ചെയ്യുന്നത്. പർച്ചേസ് ഓഫ് അസറ്റ്സുമായി ബന്ധപ്പെട്ടുള്ള ജേർണൽ എൻട്രീസിനെ കുറിച്ചിട്ട് ഇന്നത്തെ ക്ലാസ്സിലേക്ക് ഒതുക്കിയിട്ടുണ്ട്. സോ കം ലെറ്റ്സ് ഡിസ്കസ് about of assets. Journal entries related to purchase of assets. Okay, എന്താണ് assets? എന്താണ് assets? So assets എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നോർമലി നമ്മളുടെ ബിസിനസ് സ്ഥാപനത്തിലേക്ക് ഫ്യൂച്ചറിൽ എക്കണോമിക് ബെനിഫിറ്റ് കൊണ്ടുവരികയോ അല്ലെങ്കിൽ മോണിറ്ററി വാല്യൂ ക്രിയേറ്റ് ചെയ്യുകയോ ചെയ്യുന്ന ഒരു ഐറ്റത്തിനെയാണ് നമ്മൾ എന്ത് പറയുന്നത് അസറ്റ്സ് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതാണ് അസറ്റ്സ് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഈ അസറ്റ്സ് തന്നെ നമുക്ക് രണ്ട് ക്ലാസിഫിക്കേഷൻ ഉണ്ട്. അസറ്റ്സ് എന്ന രണ്ട് ക്ലാസിഫിക്കേഷൻ ഉണ്ട്. ഒന്ന് കറണ്ട് അസറ്റ്സും മറ്റൊന്ന് ഫിക്സഡ് അസറ്റ്സുമാണ്. ഒന്ന് കറണ്ട് അസറ്റും മറ്റൊന്ന് എന്താണ്, ഫിക്സഡ് അസറ്റുമാണ്. ഓക്കെ, സോ കറണ്ട് അസറ്റ് എന്താണ് കറണ്ട് അസറ്റ്? കറണ്ട് അസറ്റ് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് those are held in the form of cash. Current assets എന്നോട് ഉദ്ദേശിക്കുന്നത് those are held in the form of cash. ക്യാഷിന്റെ രൂപത്തിലാകാം, അല്ലെങ്കിൽ which can be converted or held for their conversion into cash. എങ്ങനെ conversion into cash, ക്യാഷിന്റെ രൂപത്തിലേക്ക് മാറ്റാവുന്നതാകാം. ഓക്കെ, ഫോർ ഓഫ് ക്യാഷ് ആവാം, ഇൻ ദ ഫോം ഓഫ് ക്യാഷ് ആവാം, അല്ലെങ്കിൽ വിച്ച് ക്യാൻ ബി കൺവേർട്ടഡ് ടു ദ ഫോം ഓഫ് ക്യാഷ്, ഓർ വിച്ച് ആർ ഹെൽഡ് ഫോർ ദെയർ കൺസംഷൻ ഇൻ ദ ഓർഡിനറി കോഴ്സ് ഓഫ് ബിസിനസ്. എന്താണ്, ഫോർ ദ കൺസംഷൻ ഇൻ ദ ordinary course of business. അതായത് നമ്മുടെ ബിസിനസ്സിൽ
നമ്മൾ യൂസ് ചെയ്യുന്ന റോ മെറ്റീരിയൽസ് ഒക്കെ, അതായത് നമ്മുടെ ആ ഒരു പർട്ടിക്കുലർ പീരീഡ് ഓഫ് ടൈം ബിസിനസ് റണ്ണിങ് ടൈമിൽ നമ്മൾ എന്ത് ചെയ്യും, ആ പറഞ്ഞിരിക്കുന്ന അസറ്റ്സ് നമ്മൾ എന്ത് ചെയ്യും, കൺസ്യൂം ചെയ്യും. അതായത് ബിസിനസ് എന്ത് ചെയ്യും, കൺസ്യൂം ചെയ്യുന്നതായിരിക്കും. ഇതിന് എക്സാമ്പിൾസ് ആയിട്ട് പറയുകയാണെങ്കിൽ ക്യാഷ് ആവാം, ക്യാഷ് ഇൻ ഹാൻഡ് ആവാം, ക്യാഷ് ഇൻ ബാങ്ക് ആവാം, റോ മെറ്റീരിയൽസ് ആവാം. ഓക്കെ, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് ഇത് നമ്മളുടെ കറണ്ട് അസറ്റ്സ്. അതായത് ബിൽസ് റിസീവബിൾസ് ആവാം, ട്രേഡ് ക്രെഡിറ്റേഴ്സ് ആവാം. ഇവരൊക്കെ എന്താണ്, ട്രേഡ് ക്രെഡിറ്റേഴ്സ് ആവാം. ഓക്കെ, സോ ഇവരൊക്കെ എന്താണ് നമുക്ക് അസറ്റ്സ് ആണ്. ഓക്കെ, ഇനി ഫിക്സഡ് അസറ്റ്സ് ആണെങ്കിൽ, ഫിക്സഡ് അസറ്റ്സുകളാണെങ്കിൽ നമുക്കറിയാം, ഫിക്സഡ് അസറ്റ്സുകളാണെങ്കിൽ രണ്ട് രീതിയിലുണ്ട്. ഒന്ന് ടാഞ്ചിബിളും മറ്റൊന്ന് ഇൻടാഞ്ചിബിളും. ഓക്കെ, സോ ഫിക്സഡ് അസറ്റ്സ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ദോസ് ആർ മെന്റ് ഫോർ ഫിക്സഡ് ഇൻ ദ ബിസിനസ്. ബിസിനസിന്റെ ലോങ് റൺ പീരീഡിലേക്ക് അല്ലെങ്കിൽ ഒരു ലോങ് റണ്ണിലേക്ക് എന്ത് ചെയ്തിരിക്കുകയാണ്, ഫിക്സ് ചെയ്ത് വെച്ചിരിക്കുന്ന അസറ്റ്സിനാണ് നമ്മൾ എന്താണ് ഫിക്സഡ് അസറ്റ്സ്. ഓർ വിച്ച് ക്യാൻ ബി or which are used for producing goods and services, and those are not held for resale. എന്തിനാണ് നമ്മൾ ഈ ഫിക്സഡ് അസറ്റ്സ് യൂസ് ചെയ്യുന്നതിനായിട്ട്, ഫോർ പ്രൊഡക്ഷൻ പേർപ്പസ്. നമ്മൾ പ്രൊഡക്ഷൻ പേർപ്പസിനോ അല്ലെങ്കിൽ പ്രൊഡ്യൂസ് ചെയ്യാൻ വേണ്ടിയിട്ടോ, അല്ലെങ്കിൽ എന്താണ് നോട്ട് ഹെൽഡ് ഫോർ റീസെയിൽ, റീസെയിൽ ചെയ്യാതിരിക്കാനാണ് നമ്മൾ വാങ്ങിയിട്ടുള്ള കാര്യങ്ങൾ. ഇതാണ് എന്ത് ഫിക്സഡ് അസറ്റ്സ്. ഫിക്സഡ് അസറ്റ്സ് ഏതൊക്കെയുണ്ട്, ടാഞ്ചിബിൾ ഉണ്ട്, അതേപോലെ തന്നെ ഇൻടാഞ്ചിബിൾ അസറ്റ്സ് ഉണ്ട്. ടാഞ്ചിബിൾ അസറ്റ്സിനെ കുറിച്ചിട്ടും ഇൻടാഞ്ചിബിൾ അസറ്റ്സിനെ കുറിച്ചിട്ടും നമ്മൾ ഇതിന്റെ സ്റ്റാർട്ടിങ്ങിൽ നമ്മൾ പറഞ്ഞത് എന്താണ് ടാഞ്ചിബിൾ അസറ്റ്സ്, എന്താണ് ഇൻടാഞ്ചിബിൾ അസറ്റ്സ് എന്നുള്ളത് പറഞ്ഞിരുന്നു. ഓക്കെ, നൗ കമ്മിങ് ടു ദ പോയിന്റ്. നമ്മുടെ പോയിന്റ് എന്തായിരുന്നു, നമ്മൾ ജേർണലൈസിങ് ആയിരുന്നു. ഏതാണ് ജേർണലൈസിങ് ആയിരുന്നു നമ്മളുടെ എന്ത് പോയിന്റ് പറയുന്നത്. അതായത് എങ്ങനെയാണ് അസറ്റ് നേച്ചറിൽ അല്ലെങ്കിൽ അസറ്റ്സിന്റെ കേസസ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ജേർണലൈസിങ് ചെയ്യുന്നത്, ഏത് രീതി ആസ്പെക്റ്റിലാണ് ജേർണലൈസ് ചെയ്യുന്നത്. സോ അസറ്റ്സിനെ സംബന്ധിച്ചോളം അസറ്റ്സ് ക്യാൻ ബി either bought or sold. അസറ്റ്സിനെ സംബന്ധിച്ചോളം നമുക്ക് എന്ത് ചെയ്യാം, അസറ്റ്സ് ഒന്നുകിൽ നമുക്ക് എന്ത് ചെയ്യാം, പർച്ചേസ് ചെയ്യാം, അല്ലെ. അസറ്റ്സ് ഒന്നും നമുക്ക് എന്ത് ചെയ്യാം, പർച്ചേസ് ചെയ്യാം. അപ്പൊ അസറ്റ്സ് നമ്മൾ എന്ത് ചെയ്യാണ്, പർച്ചേസ് ചെയ്യുന്ന സാഹചര്യം നമ്മൾ മനസ്സിലാക്കുക. അസറ്റ്സ് നമ്മൾ എന്ത് ചെയ്യാണ്, പർച്ചേസ് ചെയ്യുന്ന ഒരു സാഹചര്യം ഉണ്ടായിരിക്കും. അപ്പൊ അസറ്റ്സ് പർച്ചേസ് ചെയ്യുന്ന സമയത്ത് നമുക്ക് അസറ്റ്സ് എന്താവാണ്, കൂടുകയാണ് ചെയ്യുന്നത്. നമുക്ക് എന്താണ് അസറ്റ്സ് എന്താണ്, കൂടുകയാണ് ചെയ്യുന്നത് എന്ന് മനസ്സിലാക്കുക. ഇനി അസറ്റ് പർച്ചേസ് ചെയ്യുന്ന സമയത്ത് നമ്മൾ എന്ത് ചെയ്യേണ്ടി വരും, ക്യാഷ് പ്രൊവൈഡ് ചെയ്യേണ്ടത്. ക്യാഷ് എന്ന് പേയ്മെന്റ് നമ്മൾ എന്ത് ചെയ്യണം, നടത്തണ്ടേ. സോ അറ്റ് ദ ടൈം ഓഫ് പേയ്മെന്റിന്റെ സമയത്ത് നോക്കുക, നമ്മൾ എന്ത് ചെയ്യാണ്, ഇത് പേയ്മെന്റ് ചെയ്യുകയാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യാണ്, പേയ്മെന്റ് ചെയ്യുകയാണെങ്കിൽ അസറ്റ്സ് നമ്മൾ പർച്ചേസ് സമയത്ത് നമ്മൾ എന്ത് ചെയ്യാണ്, പേയ്മെന്റ് ചെയ്യുകയാണെങ്കിൽ ആ പേയ്മെന്റ് either it may be in ഏത് ക്യാഷ് ആകാം, അല്ലെ. പേയ്മെന്റ് ക്യാൻ ബി ഡൺ ത്രൂ ക്യാഷ്, അല്ലെ. ഇനി അതല്ലാന്നുണ്ടെങ്കിൽ പേയ്മെന്റ് ക്യാൻ ബി ഡൺ ത്രൂ ഏത് ക്രെഡിറ്റ് ബേസിസിലായിക്കൂടെ. പേയ്മെന്റ് എന്താവാം, ക്രെഡിറ്റ് ആവാം. ക്രെഡിറ്റ് നമ്മുടെ കടത്തിന് വാങ്ങാം. ഒരു മാസം 2 മാസം കഴിഞ്ഞിട്ട് നമ്മൾ എന്ത് ചെയ്യും, തരുമെന്ന് പറയുന്നു. ഓക്കെ, ഒന്നെങ്കിൽ ഓൺ സ്പോട്ട് നമ്മൾ എന്ത് ചെയ്യും, ക്യാഷ് കൊടുക്കുന്നതായിരിക്കും, അല്ലെങ്കിൽ നമുക്ക് എന്താണ് ക്രെഡിറ്റിനായിരിക്കും നമുക്ക് എന്ത് കിട്ടുന്നത്, പർച്ചേസ് ചെയ്തിട്ടുണ്ടാവാം. ഓക്കെ, അപ്പൊ നമുക്ക് നമ്മൾ പർച്ചേസ് ചെയ്യണം, നമ്മുടെ ഒരു അസറ്റ് നമ്മൾ പർച്ചേസ് ചെയ്യുകയാണ്. ആ പർച്ചേസ് എങ്ങനെയാണ്, പേയ്മെന്റ് പർച്ചേസ് ചെയ്യുന്ന സമയത്ത് നമ്മൾ എന്ത് ചെയ്യാണ്, പേയ്മെന്റ് പ്രൊവൈഡ് ചെയ്യും. ആ പേയ്മെന്റ് എങ്ങനെയാവാം, ഒന്നുകിൽ ക്യാഷിനാവാം, അല്ലെങ്കിൽ എങ്ങനെയാവാം, ക്രെഡിറ്റിനും ആവാം. അപ്പൊ അവിടെ അറൈസ് ചെയ്യുന്നു മറ്റൊരു കാര്യം, ക്രെഡിറ്റിനാണെങ്കിൽ എങ്ങനെ, ക്രെഡിറ്റിനാണെങ്കിൽ ഇഫ് ഇറ്റ് ഈസ് ഫോർ ക്രെഡിറ്റ്, നമ്മൾ ഏതെങ്കിലും ഒരു വ്യക്തിയുടെ കയ്യിൽ നിന്നാണല്ലോ കടത്തിന് വാങ്ങാം, അല്ലെ, അല്ലെങ്കിൽ ബിസിനസിന്റെ കയ്യിൽ നിന്നാണല്ലോ കടത്തിന് വാങ്ങാം, അല്ലെ. അപ്പൊ ഒന്നുകിൽ അവിടെ എന്ത് തന്നിരിക്കും, നമുക്ക് ആ വ്യക്തിയുടെ നെയിം, അതായത് ക്രെഡിറ്റിന് വാങ്ങുകയാണെങ്കിൽ ആ വ്യക്തിയുടെ നെയിം നമുക്ക് എന്ത് ചെയ്യാം, അറിയാൻ സാധിക്കും. പേര് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, അറിയാൻ സാധിക്കും. അതേസമയം ഒരു പക്ഷേ നമുക്ക് ആ വ്യക്തിയുടെ പേര് നെയിം എന്ത് ചെയ്യാൻ പറ്റുന്നില്ല,
നമുക്ക് അറിയില്ല ആ വ്യക്തിയുടെ പേര് എന്താണെന്ന് നമുക്ക് എന്ത് ചെയ്യുന്നില്ല, അറിയുന്നില്ല എന്നുണ്ടെങ്കിൽ, വി നോട്ട് നോ ഹിസ് നെയിം, അല്ലെങ്കിൽ ഈ കമ്പനിയുടെ പേരോ നമ്മളുടെ മനസ്സിൽ നിന്ന് എന്ത് ചെയ്തു വിട്ടുപോവുകയാണെങ്കിൽ അങ്ങനെ സിറ്റുവേഷൻ എന്ത് ചെയ്യാം, അറൈസ് ചെയ്തു വരാൻ സാധിക്കും. ഇനി അതേപോലെ തന്നെ ഈ പേയ്മെന്റിന് മറ്റൊരു രീതി, ഒരു തരം കൂടിയുണ്ട്. അതായത് നമുക്ക് ഈ പേയ്മെന്റ് മറ്റൊരു കാറ്റഗറി വൈസിൽ കൂടി പറയാം. അതായത് എങ്ങനെയാണ്, ഇഫ് ദ പേയ്മെന്റ് ഈസ് ഡൺ പാർട്ട്ലി, എങ്ങനെ പാർട്ട്ലി, അതായത് കുറച്ച് ക്യാഷും ബാക്കി കുറച്ച് എന്ത് ക്രെഡിറ്റും, കുറച്ച് ക്യാഷും ബാക്കി കുറച്ച് എന്ത് ക്രെഡിറ്റും, അങ്ങനെ വരാനും ചാൻസസ് ഉണ്ടല്ലോ. അപ്പോൾ നോക്കുക, നമ്മളൊരു അസറ്റ് പർച്ചേസ് ചെയ്യാണ്. ഒരു അസറ്റ് പർച്ചേസ് ചെയ്യുമ്പോൾ നമുക്ക് അറൈസ് സിറ്റുവേഷൻസ് ഇത്രയും തന്നെയാണ്. ഈ സിറ്റുവേഷൻസിന്റെ ബേസിസിലാണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത്, ജേണൽ എൻട്രീസ് റെക്കോർഡ് ചെയ്യേണ്ടത്. അപ്പോൾ ഇതേപോലെ തന്നെ ഏതിനും സിറ്റുവേഷൻസ് ഉണ്ടാവും, ഒരു അസറ്റ് സെയിൽ ചെയ്യുന്ന സമയത്തും സിറ്റുവേഷൻസ് ഉണ്ടാവും. നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ ഇത് മാത്രമേ ഡിസ്കസ് ചെയ്യുന്നുള്ളൂ, അസറ്റ് പർച്ചേസ് ചെയ്യുന്ന സമയത്തുള്ള ജേണൽ എൻട്രീസ് മാത്രം. അപ്പോൾ നമുക്ക് അസറ്റ് പർച്ചേസ് ചെയ്യുന്ന സമയത്ത് പേയ്മെന്റ് നടത്തണം. പേയ്മെന്റ് ഒന്നുകിൽ ക്യാഷിനാവാം, അപ്പോൾ ക്യാഷിന് കൊടുക്കുന്നതിന്റെ ജേണൽ എൻട്രി ഉണ്ടാകും, മനസ്സിലാക്കുക. ഇനി പേയ്മെന്റ് ഒന്നുകിൽ എങ്ങനെയാവാം, ക്രെഡിറ്റിനാവാം. അപ്പോൾ ക്രെഡിറ്റിന് കൊടുക്കുന്ന സമയത്ത് ആ ക്രെഡിറ്റിന് കൊടുക്കുന്ന ആളുടെ പേര് തന്നിട്ടുണ്ടെങ്കിൽ ആ സിറ്റുവേഷനിൽ എന്താണ് ജേണൽ എൻട്രി. ഇനി ആളുടെ പേര് തന്നിട്ടില്ല എന്നുണ്ടെങ്കിൽ ആ സിറ്റുവേഷനിൽ എന്താ ജേണൽ എൻട്രി. ഇനി അടുത്ത സിറ്റുവേഷൻ എന്താ, പർച്ചേസ് സമയത്ത് പകുതി ക്യാഷും പകുതി എന്തും കൊടുത്തു, ക്രെഡിറ്റും കൊടുത്തു. അങ്ങനെയാണെങ്കിൽ ആ സിറ്റുവേഷൻസ് എന്താണ് ജേണൽ എൻട്രി. ഈ ജേണൽ എൻട്രീസിന്റെ എക്സാമ്പിൾസ് ആണ് ഇനി നമ്മൾ ചെയ്യേണ്ടി പോകുന്നത്, നോക്കാൻ വേണ്ടി പോകുന്നത്. ഓക്കെ, അപ്പോൾ എക്സാമ്പിൾ നമ്പർ 1. Example number 1. Mr. അല്ലെങ്കിൽ Mr. X ആണ്. ഓക്കെ, purchased machinery of rupees 1 lakh. എന്താ പറഞ്ഞത്, purchased machinery of rupees 1 lakh. മെഷീനറി എന്ത് ചെയ്തു, പർച്ചേസ് ചെയ്തു. എത്ര രൂപയ്ക്കാണ്, 1 lakhനാണ് പർച്ചേസ് ചെയ്തത്. അപ്പം ഇവിടെ മെഷീനറി പർച്ചേസ് ചെയ്തു. ഞാൻ ഈ സെന്റൻസ് ചെറിയ തിരുത്തു വരുത്തുകയാണ്. അതായത് purchased machinery of rupees 1 lakh for cash എന്നുള്ളതും കൂടി എന്ത് ചെയ്യണം, ആഡ് ചെയ്യണം. ഫോർ ക്യാഷിനാണ് എന്ത് ചെയ്തിട്ടുള്ളത്, മെഷീനറി പർച്ചേസ് ചെയ്തത്. ഓക്കെ, അപ്പോൾ ക്യാഷിനാണ് മെഷീനറി പർച്ചേസ് ചെയ്തത്. അപ്പോൾ നമ്മളെ സംബന്ധിച്ചിടത്തോളം നമുക്ക് എന്താണ് വരുന്നത്, ഒരു മെഷീനറി അല്ലേ. നമ്മളുടെ ബിസിനസ്സിലേക്ക് എന്ത് വന്നു, മെഷീനറി വന്നു. മെഷീനറി എന്ന് പറയുന്നത് എന്താണ്, അസറ്റ് ആണ്. അസറ്റ് അകത്തോട്ട് വരികയാണ്. അതായത് അസറ്റിന്റെ വോളിയം അല്ലെങ്കിൽ അസറ്റിന്റെ വാല്യൂ എന്ത് ചെയ്യാണ്, ഇൻക്രീസ് ചെയ്യുകയാണ്. അപ്പോൾ അസറ്റിന്റെ വാല്യൂ എന്ത് ചെയ്തു, ഇൻക്രീസ് ചെയ്തു. അസറ്റിന്റെ വാല്യൂ ഇൻക്രീസ് ചെയ്യുകയാണെങ്കിൽ എന്താണ് ചെയ്യേണ്ടത്, ഡെബിറ്റ് ആണ് ചെയ്യേണ്ടത്. ഇതിന് തൊട്ട് മുന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്തിരുന്നു ദ മോഡേൺ റൂൾ ഓഫ് ഡെബിറ്റ് ആൻഡ് ക്രെഡിറ്റ്, LIC ലയബിലിറ്റി ഇൻകം ക്യാപിറ്റൽ, അതേപോലെ തന്നെ അസറ്റ്സ് ആൻഡ് എക്സ്പെൻസസ് AE എന്നുള്ളത്. LIC സ്വന്തം LIC കൂടുകയാണെങ്കിൽ ക്രെഡിറ്റ് ചെയ്യണം, കുറയുകയാണെങ്കിൽ ഡെബിറ്റ് ചെയ്യണം. അസറ്റ്സ് ആൻഡ് എക്സ്പെൻസസ് സ്വന്തം കൂടുകയാണെങ്കിൽ ഡെബിറ്റ് ചെയ്യണം, കുറയുകയാണെങ്കിൽ എന്ത് ചെയ്യണം, ക്രെഡിറ്റ് ചെയ്യണം എന്നുള്ളതായിരുന്നു നമ്മുടെ ലോ. അപ്പോൾ ഇവിടെ നോക്കുക, അസറ്റ് ഈസ് ഇൻക്രീസിങ്, സോ ഇറ്റ് ഷുഡ് ബി ഡെബിറ്റഡ്. ഓക്കെ, ഇനി മെഷീനറി അസറ്റ് ആണ്, അത് അകത്തോട്ട് വന്നു, അതിന്റെ വാല്യൂ കൂടി. അതേസമയം നമ്മൾ എങ്ങനെയാണ് പേയ്മെന്റ് നടത്തുന്നത്, ഫോർ ക്യാഷ് ആണ്. നമ്മൾ എങ്ങനെയാണ് പേയ്മെന്റ് നടത്തുന്നത്, ഫോർ ക്യാഷ് ആണ്. ക്യാഷിനാണ് നമ്മൾ എന്ത് ചെയ്തത്, പേയ്മെന്റ് നടത്തിയിട്ടുള്ളത്. അപ്പോൾ ക്യാഷിന് പേയ്മെന്റ് നടത്തുന്ന സമയത്ത് ക്യാഷും എന്ത് തന്നെയാണ്, അസറ്റ് ആണ്. ക്യാഷ് അസറ്റ് ആണ്. അസറ്റ് കുറയുന്ന സമയത്ത് എന്താണ് ചെയ്യേണ്ടത്, ക്രെഡിറ്റ് ആണ് ചെയ്യേണ്ടത്. സോ അവർ ജേർണൽ എൻട്രി വിൽ ബി machinery account debit to cash account rupees 1 lakh.
ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു ആദ്യത്തെ എക്സാമ്പിൾ. ഓക്കെ, ഇനി സെക്കൻഡ് എക്സാമ്പിൾ. We are going to purchase a building. Going to purchase a building. Building purchased of rupees 5 lakh and payment made through ചെക്ക്. നമ്മളൊരു ബിൽഡിംഗ് പർച്ചേസ് ചെയ്തു. ബിൽഡിംഗ് പർച്ചേസ് ചെയ്തത് എത്ര രൂപയുടെ ബിൽഡിംഗ് ആണ്? 5 lakh rupeesന്റെ ബിൽഡിംഗ് ആണ് നമ്മൾ ഇത് പർച്ചേസ് ചെയ്തിട്ടുള്ളത്. ആ ബിൽഡിംഗ് പർച്ചേസ് ചെയ്തു. പേയ്മെന്റ് നമ്മൾ എങ്ങനെയാണ് നടത്തിയിട്ടുള്ളത്? പേയ്മെന്റ് ഈസ് ഡൺ ബൈ ചെക്ക്. ചെക്ക് മുഖാന്തരമാണ് നമ്മളിത് പേയ്മെന്റ് നടത്തിയിട്ടുള്ളത്. അപ്പൊ ചെക്ക് മുഖാന്തരം നമ്മൾ പേയ്മെന്റ് നടത്തുകയാണെങ്കിൽ നമ്മളുടെ ക്യാഷ് എവിടുന്നാ കുറയാം? നമ്മളുടെ ക്യാഷ് എവിടുന്നാ കുറയാം? ചെക്കാണോ? അത് എവിടെയാ? ബാങ്കിൽ നിന്നാണ് പറയാം ആണല്ലോ. അപ്പൊ നമുക്കിവിടെ രണ്ട് കാര്യങ്ങളാണ് വന്നത്. ഒന്ന് ഏതാ? ബിൽഡിംഗ് ആണ്. ബിൽഡിംഗ് അക്കൗണ്ടിനെ സംബന്ധിച്ചോളം ബിൽഡിംഗ് എന്ന് പറയുന്നത് അസറ്റ് ആണ്. അസറ്റ് എന്താ? ഇൻക്രീസ് ചെയ്തു. എന്ത് ചെയ്യണം? ഡെബിറ്റ് ചെയ്യണം. ഇനി പിന്നെ വരുന്നത് ഏതാണ്? പിന്നെ വരുന്നത് ഏതാ? ബാങ്ക് ആണ്. ബാങ്ക് എന്ന് പറയുന്നത് എന്താ? അസറ്റ് ആണ്. കുറഞ്ഞു. ബാങ്കിലെ ക്യാഷിന്റെ വോളിയം എന്തായി? കുറഞ്ഞു. എന്ത് ചെയ്യണം? ക്രെഡിറ്റ് ചെയ്യണം. സോ അവർ ജേർണൽ എൻട്രി വിൽ ബി ബിൽഡിംഗ് അക്കൗണ്ട് ഡെബിറ്റ് ടു ബാങ്ക് അക്കൗണ്ട് rupees 5 lakh. നരേഷൻ പ്രൊവൈഡ് ചെയ്യണം. എന്താണ് നരേഷൻ പ്രൊവൈഡ് ചെയ്യേണ്ടത്? എല്ലാത്തിനും മുന്നത്തെ വീഡിയോസിൽ നരേഷൻ പ്രൊവൈഡ് ചെയ്യണം. Narration എന്താ പറയുന്നത്? Purchased building worth rupees 5 lakh. Purchased building worth rupees 5 lakh and made payment through bank or check. Okay. അപ്പോൾ ആദ്യം ക്യാഷ് കൊടുത്തിട്ട് ബിൽഡിംഗ് പർച്ചേസ് എൻട്രി. രണ്ടാമത് ബാങ്ക് ത്രൂ ചെക്ക് കൊടുത്തിട്ട് ബിൽഡിംഗ് പർച്ചേസ് എൻട്രി. ഓക്കെ, ഇനി അടുത്ത തേർഡ് എക്സാമ്പിൾ. പർച്ചേസ്ഡ് furniture of rupees 50,000 from ABC Limited. Okay, purchased furniture of rupees 50,000 from ABC Limited. അതായത് നമ്മൾ പർച്ചേസ് ചെയ്തത് എന്താണ്? ഫർണിച്ചർ ആണ്. എത്ര രൂപയുടെ ഫർണിച്ചർ ആണ്? 50,000 ഫർണിച്ചർ ആണ് പർച്ചേസ് ചെയ്തിട്ടുള്ളത്. എത്രയാണ് എമൗണ്ട്? സോറി, എവിടുന്നാണ് പർച്ചേസ് ചെയ്തിട്ടുള്ളത്? ABC Limited ആണ് പർച്ചേസ് ചെയ്തിട്ടുള്ളത്. അപ്പൊ അവിടെ തന്നിരിക്കുന്നത് ഒരു ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ പേരാണ്. അതായത് ഒരു ബിസിനസിന്റെ പേരാണ്. അത് കമ്പനിയാവോ എന്തോ ആയിരിക്കും. ഓക്കെ, അപ്പൊ ഒരു ബിസിനസിന്റെ പേരാണ് നമുക്ക് എന്ത് ചെയ്തിട്ടുള്ളത്? അവിടെ തന്നിട്ടുള്ളത്. ഓക്കെ, അപ്പൊ ബിസിനസിന്റെ പേര് തന്നിട്ടുണ്ടെങ്കിൽ അവിടെ അതിനെ മനസ്സിലാക്കേണ്ടത് നമ്മൾ എന്താണ്? ഇറ്റ് ഹാസ് ബീൻ ഫോർ ക്രെഡിറ്റ്. എങ്ങനെയാണ് നമ്മൾ വാങ്ങിയിട്ടുള്ളത്? ഓൺ ക്രെഡിറ്റ്. എങ്ങനെയാണത്? ഓൺ ക്രെഡിറ്റ് ബേസിസ് ആണ്. ഒരു ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ പേര്, ബിസിനസിന്റെ പേരാണ് തന്നിട്ടുള്ളതെങ്കിൽ അത് നമ്മൾ എങ്ങനെയാണ് മനസ്സിലാക്കേണ്ടത്? ക്രെഡിറ്റ് ആണ്. അവിടെ ഇനിയിപ്പോൾ ഓൺ ക്രെഡിറ്റ് എന്ന് പറഞ്ഞിട്ടില്ലെങ്കിൽ കൂടിയും അതെങ്ങനെയാണ്? ക്രെഡിറ്റ് ബേസിസിലാണ്. ഓക്കെ, മനസ്സിലായല്ലോ? നമ്മളുടെ സിറ്റുവേഷനിൽ ഒരു ബിസിനസ് എൻറ്റിറ്റിയുടെ അല്ലെങ്കിൽ ഒരു ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ പേരാണ് അല്ലെങ്കിൽ ഒരു പേഴ്സന്റെ പേരാണ് തന്നിട്ടുള്ളതെങ്കിൽ, ഇന്ന ആളുടെ കയ്യിൽ നിന്ന് സാധനം വാങ്ങിയിട്ടുണ്ട് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിന്റെ കൂടെ എമൗണ്ട് തന്നിട്ടുണ്ട്, മറ്റൊന്നും പറഞ്ഞിട്ടില്ല എന്നാണെങ്കിൽ അതിനർത്ഥം എന്താ? അത് ഓൺ ക്രെഡിറ്റ് ബേസിസ് തന്നെയാണ്. അതിന് ഓൺ ക്രെഡിറ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതെന്താണ്? ഓൺ ക്രെഡിറ്റ് ബേസിസ് തന്നെയാണ്.
ഓക്കെ, അപ്പൊ അങ്ങനെ ക്രെഡിറ്റിനാവുന്ന സമയത്ത് നമ്മൾ നോക്കുക, ആ ക്രെഡിറ്റ് നമ്മൾ നോക്കുക. നമുക്കിവിടെ ഏതൊക്കെ കാര്യങ്ങൾ വരുന്നത്? ഒന്ന്, ഫർണിച്ചറാണ് പർച്ചേസ് ചെയ്തിട്ടുള്ളത്. ഫർണിച്ചർ അക്കൗണ്ട് എന്താണ്? അസറ്റ് ആണ്. അസറ്റ് എന്തായി? ഇൻക്രീസ് ചെയ്തു. എന്ത് ചെയ്യണം? ഡെബിറ്റ് ചെയ്യണം. ഇനി അടുത്തതാരാ? ABC ലിമിറ്റഡ് ആണ്. ഓക്കെ, അടുത്തതാണ് ABC ലിമിറ്റഡ് ആണ്. PC ലിമിറ്റഡ് അക്കൗണ്ടിനെ സംബന്ധിച്ചിടത്തോളം ABC ലിമിറ്റഡ് അക്കൗണ്ട് നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മൾ പൈസ അങ്ങോട്ടേക്ക് കൊടുക്കാനല്ലേ, ക്യാഷ് കൊടുക്കാനല്ലേ. ക്യാഷ് കൊടുക്കാൻ ഉണ്ടാവുകയാണെങ്കിൽ അർത്ഥം എന്താ? ഫിനാൻഷ്യൽ ഒബ്ലിഗേഷൻ ആണ് അവിടെ റൈസ് ചെയ്തിട്ടുള്ളത്, ഒരു ലയബിലിറ്റി ആണത്. അപ്പൊ ആ ലയബിലിറ്റി എന്തായി? നമ്മുടെ ലയബിലിറ്റി എന്തായി? ഇൻക്രീസ് ചെയ്തു. ലയബിലിറ്റി ഇൻക്രീസ് ചെയ്ത് എന്ത് ചെയ്യണം? ക്രെഡിറ്റ് ചെയ്യണം. LICയിലെ ലയബിലിറ്റി L, ലയബിലിറ്റി ഇൻകം ക്യാപിറ്റൽ. കൂടുകയാണെങ്കിൽ എന്ത് ചെയ്യണം? ക്രെഡിറ്റ് ചെയ്യണം. കുറയുകയാണെങ്കിൽ എന്ത് ചെയ്യണം? ഡെബിറ്റ് ചെയ്യണം. ഓക്കെ, അപ്പൊ ലയബിലിറ്റി കൂടി എന്ത് ചെയ്യണം? ക്രെഡിറ്റ് ചെയ്തു. സോ അവർ ജേർണൽ എൻട്രി വിൽ ബി furniture account debit to ABC limited account. Amount എത്രയാ? 50,000. Okay, narration provide ചെയ്യുക. Purchased furniture from ABC limited. Okay, fourth കേസിൽ പറയുന്നത് പർച്ചേസ്ഡ് മെഷീനറി ഓഫ് ₹2 lakh ഓൺ ക്രെഡിറ്റ്. എന്താ പറയുന്നത്? പർച്ചേസ്ഡ് മെഷീനറി ഓഫ് ₹2 lakh ഓൺ ക്രെഡിറ്റ് എന്നാണ് പറയുന്നത്. നമ്മൾ മെഷീനറി എന്ത് ചെയ്തിട്ടുണ്ട്? പർച്ചേസ് ചെയ്തിട്ടുണ്ട്. പർച്ചേസ് ചെയ്ത മെഷീനറി 2 ലക്ഷം രൂപയുടെതാണ്. അത് എത്ര രൂപയ്ക്കാണ്? ക്രെഡിറ്റിനാണ് നമ്മൾ ചെയ്തിട്ടുള്ളത്, പർച്ചേസ് ചെയ്തിട്ടുള്ളത്. തൊട്ട് മുന്നത്തെ എക്സാമ്പിൾ, തേർഡ് എക്സാമ്പിളിൽ നമ്മൾ പർച്ചേസ് ചെയ്തിരിക്കുന്ന ഐറ്റം ആരുടെ കയ്യിൽ നിന്നാണ് പർച്ചേസ് ചെയ്തിരുന്നു എന്ന് നമ്മൾ പറഞ്ഞിരുന്നു. അത് ഇവിടെ നമുക്ക് അറിയാവുന്ന കാര്യം എന്താ? ക്രെഡിറ്റിനാണ് എന്ത് ചെയ്തിട്ടുള്ളത്? പർച്ചേസ് നടന്നിട്ടുള്ളത് എന്നേ നമുക്കറിയുള്ളൂ. എന്താണ്? ക്രെഡിറ്റിനാണ് എന്ത് നടന്നിട്ടുള്ളത്? പർച്ചേസ് നടന്നിട്ടുള്ളത്. പക്ഷെ ആരുടെ കയ്യിൽ നിന്നാണ് വാങ്ങിയത് എന്നതിനെ കുറിച്ച് നമുക്ക് എന്തില്ല, ഒരു ഐഡിയയും ഇല്ല. സോ അതുകൊണ്ട് തന്നെ നമ്മളെ സ്വന്തം നമുക്കിവിടെ ആ ഒരു വ്യക്തിയുടെ പേര് എന്ത് ചെയ്യാൻ പറ്റുന്നില്ല, ഇൻസേർട്ട് ചെയ്യാൻ പറ്റില്ല. ഒരു വ്യക്തിയുടെ പേര് നമുക്ക് ഉപയോഗിക്കാൻ സാധിക്കില്ല, അല്ലെങ്കിൽ ഒരു കമ്പനിയുടെ പേര് നമുക്ക് എന്ത് ചെയ്യില്ല, ഉപയോഗിക്കാൻ സാധിക്കില്ല. അപ്പൊ അതിന് പകരമായിട്ടാണ് നമ്മൾ ഏത് യൂസ് ചെയ്യുന്നത്? ക്രെഡിറ്റേഴ്സ് അക്കൗണ്ട്. ക്രെഡിറ്റേഴ്സ് അക്കൗണ്ട് നമ്മൾ ഉപയോഗിക്കുന്നത്. അപ്പൊ ക്രെഡിറ്റർ ഫോർ ഏതാണോ ആ ഐറ്റം വാങ്ങിയിട്ടുള്ളത്, ഏത് അസറ്റ് ആണോ വാങ്ങിയിട്ടുള്ള അസറ്റിന്റെ പേര് നമ്മൾ എന്ത് ചെയ്യാം, കൂട്ടി കൊടുക്കാം. ഇപ്പോൾ ഇവിടുത്തെ എക്സാമ്പിളിൽ ക്രെഡിറ്റേഴ്സ് ഫോർ മെഷീനറി എന്നുള്ളതാണ് അതിന്റെ കണ്ടന്റ് ആയിട്ട് വന്നിട്ടുള്ളത്. അപ്പൊ നോക്കുക, മെഷീനറി അക്കൗണ്ട് എന്താണ്? അസറ്റ് ആണ്. അസറ്റ് എന്താവുകയാണ്? ഇൻക്രീസ് ആവുകയാണ്. ഇൻക്രീസ് ആവുന്ന സാഹചര്യത്തിൽ എന്ത് ചെയ്യണം? ഡെബിറ്റ് ചെയ്യണം. ക്രെഡിറ്റേഴ്സ് അക്കൗണ്ടിനെ സംബന്ധിച്ചോളം നോക്കുക. ക്രെഡിറ്റേഴ്സ് അക്കൗണ്ടിന്റെ കേസിൽ എന്താണ് നടക്കുന്നത്? അവിടെ ക്രെഡിറ്റേഴ്സ് അക്കൗണ്ടിൽ എന്താ നടക്കുന്നത്? ക്രെഡിറ്റേഴ്സ് അക്കൗണ്ട് നമ്മുടെ ലയബിലിറ്റി എന്താവുകയാണ്? കൂടുകയാണ്. ലയബിലിറ്റി കൂടുന്നതിനനുസരിച്ച് നമ്മളുടെ അവിടെ എന്ത് കൂടും? ലയബിലിറ്റി ഇൻക്രീസ് ആവുകയാണ്. ലയബിലിറ്റി ഇൻക്രീസ് ചെയ്യുന്നതുകൊണ്ട് തന്നെ എന്താ ചെയ്യേണ്ടത്? ക്രെഡിറ്റ് ആണ് ചെയ്യേണ്ടത്. സോ അവർ ജേർണൽ എൻട്രി വിൽ ബി മെഷീനറി അക്കൗണ്ട് ഡെബിറ്റ് ടു ക്രെഡിറ്റേഴ്സ് ഫോർ മെഷീനറി അക്കൗണ്ട് ₹2 lakh. ഇനി അടുത്ത ജേർണൽ എൻട്രി ഞാൻ ഇതൊന്ന് എറേസ് ചെയ്യാണ്. നേരത്തെ നമ്മുടെ വീഡിയോയിൽ ചെറിയൊരു എറർ വന്നിരുന്നു, അതുകൊണ്ടാണ് ഞാൻ ഇതൊന്ന് എറേസ് ചെയ്ത് മാറ്റുകയാണ്. അതായത് എഡിറ്റിങ്ങുമായി ബന്ധപ്പെട്ടിട്ട് ചെറിയൊരു ഇഷ്യൂ ജനറേറ്റ് ചെയ്തിരുന്നു, അതുകൊണ്ടാണ് ഞാൻ ഇത് എഡിറ്റ് ചെയ്തത്, രണ്ടാമത് എഡിറ്റ് ചെയ്തിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ നമ്മുടെ ഫിഫ്ത്ത് എൻട്രിയിലേക്ക് വരികയാണ്. ഫിഫ്ത്ത് എൻട്രിയിലേക്ക് വരുന്ന സമയത്ത് വായിക്കുകയാണ്. നമ്മുടെ ഫിഫ്ത്ത് എൻട്രിയിൽ ഞാൻ പറയാൻ പോകുന്നത് പർച്ചേസ്ഡ് machinery from XYZ Limited
for cash rupees 2 lakh. നമുക്ക് ഈ എക്സാമ്പിൾ നോക്കാം. നമ്മളുടെ തേർഡ് എക്സാമ്പിളും അതേപോലെ സ്റ്റാർട്ടിംഗ് എക്സാമ്പിൾ, തുടക്കത്തിൽ നമ്മൾ പറഞ്ഞിരിക്കുന്ന എക്സാമ്പിൾ നോക്കുക. ഫസ്റ്റ് എക്സാമ്പിൾ നോക്കുക, ഫോർ ക്യാഷ് എന്നുള്ള പദവും അതോടൊപ്പം തന്നെ തേർഡ് എക്സാമ്പിൾ നോക്കുക, ABC ലിമിറ്റഡ് എന്ന് പറയുന്ന ഒരു ടേമും. ഈ രണ്ട് കാര്യങ്ങൾ കൂടിയും ഒരുമിച്ച് വന്ന എക്സാമ്പിൾ ആണ് ഇത്. ഫിഫ്ത്ത് വൺ, പർച്ചേസ്ഡ് മെഷീനറി ഫ്രം XYZ ലിമിറ്റഡ് ഫോർ ക്യാഷ് റുപ്പീസ് 2 lakh. അതായത് XYZ ലിമിറ്റഡ് എന്ന് പറയുന്ന പേരും വന്നിട്ടുണ്ട്, ഫോർ ക്യാഷ് എന്ന് പറയുന്ന ടേമും വന്നിട്ടുണ്ട്. അപ്പൊ ഇതിൽ ഏതെടുക്കുന്നത്? ഫോർ ക്യാഷ് എന്ന് പറഞ്ഞിട്ടുണ്ടോ അതിനർത്ഥം എന്താണ്? ഫോർ ക്യാഷ് എന്ന് പറഞ്ഞിട്ടുണ്ടോ അതിനർത്ഥം എന്താ? ക്യാഷ് തന്നെയാണ് നമ്മൾ അതിൽ കൊടുത്തിട്ടുള്ളത്. ഇനി അതേപോലെ തന്നെ ഫസ്റ്റ് കേസിൽ ഈ സപ്പോസ് ഫോർ ക്യാഷ് എന്ന് പറഞ്ഞിട്ടില്ല, പർച്ചേസ്ഡ് മെഷീനറി ഓഫ് റുപ്പീസ് 1 lakh എന്നുള്ളൂ എന്നുണ്ടെങ്കിൽ അവിടെ പാർട്ടിയുടെ പേരില്ല, ഫോർ ക്യാഷ് എന്നില്ല, ക്രെഡിറ്റ് എന്നുള്ള ടേം യൂസ് ചെയ്തിട്ടില്ല എന്നാണെങ്കിൽ അതിനർത്ഥം എന്ത് തന്നെയാണ്? ക്യാഷ് തന്നെയാണ് എന്നാണ് നമ്മൾ ചെയ്യുന്നത്. ഓക്കെ, സോ കമ്മിങ് ടു കറന്റ് എക്സാമ്പിൾ, അത് പർച്ചേസ്ഡ് മെഷീനറി ഫ്രം XYZ ലിമിറ്റഡ് ഫോർ ക്യാഷ് റുപ്പീസ് 2 lakh എന്നുള്ള എക്സാമ്പിൾ വരുന്ന സമയത്ത് നമ്മളൊക്കെ അറിയാം നമുക്ക് എന്താ വന്നിട്ടുള്ളത്? മെഷീനറി ആണ് ജനറേറ്റ് ചെയ്തിട്ടുള്ളത്, അല്ലെങ്കിൽ മെഷീനറി ആണ് നമ്മൾ പർച്ചേസ് ചെയ്തിട്ടുള്ളത്. മെഷീനറി അസറ്റ് ആണ്, അസറ്റ് ഇൻക്രീസ് ചെയ്തു, എന്ത് ചെയ്യണം? ഡെബിറ്റ് ചെയ്യണം. ക്യാഷ് ആണ് നമ്മൾ കൊടുത്തിട്ടുള്ളത്, അസറ്റ് ആണ്, ക്യാഷ് ഡിക്രീസ് ചെയ്തു, എന്ത് ചെയ്യണം? ക്രെഡിറ്റ് ചെയ്യണം. സോ അവർ ജനറേറ്റ് വിൽ ബി മെഷീനറി അക്കൗണ്ട് ഡെബിറ്റ് ടു cash account rupees 2 lakh. Okay, last and final example, sixth example, partly payment നടത്തിയിട്ടുണ്ടെങ്കിൽ partly payment രണ്ട് രീതിയിൽ വരാം. ഒന്ന് ക്യാഷും ബാങ്കും, കുറച്ച് ക്യാഷ് കൊടുത്തു കുറച്ച് ബാങ്ക് കൊടുത്തു. ഇനി അതല്ലാതെ ക്യാഷും ക്രെഡിറ്റും ആവാം. ഓക്കെ, ഞാൻ ഇവിടെ കാണിക്കാൻ വേണ്ടി പോകുന്ന എക്സാമ്പിൾ മൂന്നും കൂടി കൂടിയതാണ്. അത് ക്യാഷ്, ബാങ്ക്, ക്രെഡിറ്റ്. അതായത് നമ്മളൊരു ഫർണിച്ചർ വാങ്ങണം. വി ആർ ഗോയിങ് ടു പർച്ചേസ് ഫർണിച്ചർ. Purchased furniture of rupees 2 lakh. Of rupees 2 lakh. 30% paid in cash. 20% paid by check. And the balance to be paid to ABC Limited. To be paid to ABC Limited. Okay. നമ്മളിവിടെ ഫർണിച്ചർ ആണ് പർച്ചേസ് ചെയ്തിരിക്കുന്നത്. എന്തായിരിക്കുന്നത്? ഫർണിച്ചർ പർച്ചേസ് ചെയ്തു, 2 ലക്ഷം രൂപയുടെ ഫർണിച്ചറാണ്. നമ്മളോട് പറഞ്ഞു 30% എങ്ങനെയാ? ക്യാഷ് ആയിട്ട്, 20% എങ്ങനെയാ? ചെക്കായിട്ട്. ബാക്കി വരുന്നത് ബാലൻസ് ആർക്ക് കൊടുക്കാനുള്ള? ABC ലിമിറ്റഡ് എന്നാണ് പർച്ചേസ് ചെയ്തത്. അതായത് ആ ABC ലിമിറ്റഡ് എന്ന് പറഞ്ഞ കമ്പനിക്ക് കൊടുക്കാനുള്ളതാണ്. ഓക്കെ, അപ്പോൾ നമുക്കറിയാവുന്ന കാര്യങ്ങൾ നോട്ട് ചെയ്ത് നോക്കുക. എങ്ങനെയൊക്കെയാണ്? ടോട്ടൽ എമൗണ്ട് എത്രയാണ്? 2 lakh ആണ്. ഇതിൻ്റെ 30% എങ്ങനെയാണ്? ക്യാഷ് ആണ്. 20% എങ്ങനെയാണ്? ചെക്കാണ്. ബാക്കി 50% എങ്ങനെയാണ്? കൊടുക്കാനാണ്. അതായത് എന്താണ്? ലയബിലിറ്റി ആണ്. ഓക്കെ, അതായത് കൊടുക്കാനുണ്ട്. ആർക്ക് കൊടുക്കാനാണ്? ABC ലിമിറ്റഡിലാണ്. ചെക്ക് എന്ന് പറയുമ്പോൾ മനസ്സിലാക്കിക്കൊള്ളുന്നത് എന്താണ്? ബാങ്ക് ആണ്. ക്യാഷ് എന്ന് പറയുന്നത് എന്താണ്? അസറ്റ് ആണ്. അസറ്റ് എന്താവുകയാണ്? കുറയുകയാണ്. എന്ത് ചെയ്യണം? ക്രെഡിറ്റ് ചെയ്യണം. ബാങ്ക് എന്ന് പറയുന്നത് എന്ത് തന്നെയാണ്? അസറ്റ് ആണ്. എന്ത് ചെയ്യാണ്? കുറയുകയാണ്. എന്ത് ചെയ്യണം? ക്രെഡിറ്റ് ചെയ്യണം. ABC ലിമിറ്റഡ് ക്യാഷ് കൊടുക്കാനാണ്, which means it is called as liability. Liability എന്തായി? ഇൻക്രീസ് ആയാൽ എന്ത് ചെയ്യണം? ക്രെഡിറ്റ് ചെയ്യണം. ഇനി എമൗണ്ടിലേക്ക് വരാം. ജേർണൽ നോക്കുക. ഫർണിച്ചർ അക്കൗണ്ട് ഡെബിറ്റ് 2 lakh. 2 cash account. 2 bank account.
to XYZ ലിമിറ്റ് അക്കൗണ്ട്. To cash account എത്ര 30%, to bank account എത്ര 20%, and balance 50% 1 lakh ആർക്കും XYZ ലിമിറ്റ്. ഓക്കെ, സോ ഇത്രയുമാണ് ജേണൽ എൻട്രിയുടെ നെക്സ്റ്റ് പാർട്ടിൽ തേർഡ് പാർട്ടിലായിട്ട് വന്നിട്ടുള്ളത്, ജേണലിന്റെ മൂന്നാമത്തെ ഭാഗത്ത് വന്നിട്ടുള്ളത്. ഓക്കെ, ഇവിടെ നമ്മൾ അസറ്റ്സിന്റെ പെർച്ചേസുമായി ബന്ധപ്പെട്ട ജേണൽ എൻട്രീസിനെ കുറിച്ച് മാത്രമേ ഡിസ്കസ് ചെയ്തിട്ടുള്ളൂ. അസറ്റ്സിന്റെ സെയിൽസുമായി ബന്ധപ്പെട്ട ജേണൽ എൻട്രീസ് നമ്മൾ ഡിസ്കസ് ചെയ്യും ഇൻ ദ നെക്സ്റ്റ് ക്ലാസ്. അപ്പോൾ അതുവരെ എന്ത് ചെയ്യുക, മറ്റുള്ള വീഡിയോസ് കാണുക, വെയിറ്റ് ചെയ്യുക. അതോടൊപ്പം തന്നെ നിങ്ങൾക്ക് ക്ലാസ് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, നിങ്ങളുടെ മറ്റുള്ള ഫ്രണ്ട്സിനും ക്ലാസ്സിൽ മറ്റു ഫ്രണ്ട്സുകൾക്ക് എന്ത് ചെയ്യുക, ഒന്ന് ഷെയർ ചെയ്യുക. അതോടൊപ്പം തന്നെ ചാനൽ എന്താവുക, സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലൈക്കൺ കൂടെ ഒന്ന് അമർത്തി വെച്ചുകൂടുക. നിങ്ങൾക്ക് നല്ല നോട്ടിഫിക്കേഷൻസ് ഒക്കെ ലഭിക്കുന്നതായിരിക്കും. പുതിയ ചാനൽ ആയതുകൊണ്ട് തന്നെ വീഡിയോസ് നമ്മൾ എന്ത് ചെയ്യുന്നുള്ളൂ, ക്രിയേറ്റ് ചെയ്ത് വരുന്നുള്ളൂ. സോ അതുകൊണ്ട് തന്നെ കുറച്ച് സമയം വെയിറ്റ് ചെയ്യേണ്ടി വരും. എന്നാലും ഇതേപോലെ നല്ല മികച്ച രീതിയിലുള്ള ക്ലാസ്സുകൾ നിങ്ങളുടെ മുമ്പിൽ എത്തിക്കാൻ സാധിക്കുമെന്ന് ഞാൻ വിചാരിക്കുന്നു. ഓക്കെ, സോ താങ്ക്സ് ഫോർ വാച്ചിങ്. താങ്ക്സ് ലോട്ട്.